ഓക്കെ. അങ്ങനെ ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇതിനു വേണ്ടിയാണ് നമ്മൾ റൈഡ് ചെയ്യുന്നത്. കാരണം ഇന്നത്തെ ദിവസം സൂപ്പർ പോസിറ്റീവായിരുന്നു. രാവിലെ എണീറ്റ് ജസ്റ്റ് ഒരു കറക്കം കറങ്ങി മിസ്റ്റിൻ്റെ ഇടയ്ക്കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പുറത്തിറങ്ങി, രാവിലെ തന്നെ ഇറങ്ങി. എന്നിട്ട് കടകളിലൊക്കെ പോയി, 1-2 കടകളിൽ പോയി ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച്, എന്നിട്ട് അവിടുന്ന് 8:30 ആയപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി ഹോട്ടലിൽ നിന്ന്. പതിയെ കാഴ്ചകളൊക്കെ കണ്ട് ഇടയ്ക്കിടച്ച് ഫോട്ടോ ഓപ്പർച്യൂണിറ്റീസൊക്കെ നിർത്തി പതിയെ മിസ്റ്റൊക്കെ കണ്ടിട്ട് തിരിച്ച് കൊളംബോയിലേക്ക് പോകാം എന്നുള്ള പ്ലാനാണിന്ന്. അപ്പം ഞാനതിട്ട് ഞാൻ ഇടയ്ക്ക് കാര്യങ്ങൾ മറക്കുന്നതും ക്ലംസി ആവുന്നതും പാനിക് സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് പെർഫോം ചെയ്യാത്തതും ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാനൊരു ചായക്കടയിൽ നിർത്തി. അവിടെ നിന്ന് ചായ കുടിച്ച് നല്ലൊരു വൈബായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തപ്പോഴത്തേക്കും എൻ്റെ ബാഗിൻ്റെ ബാഗിൻ്റെ കെട്ടിയിരിക്കുന്ന ബെൽറ്റ് അതവിടെ നിന്ന് ലൂസായി അഴിഞ്ഞ് ഞാൻ ഈ സംഭവം ഇപ്പോൾ സംഭവിച്ചതേ ഉള്ളൂ. ഇപ്പം എല്ലാം കഴിഞ്ഞിട്ടിപ്പം ഞാൻ ആ ചൂടോടെ പറയുമ്പോൾ ഞാനതിങ്ങനെ റീലീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മൂമെൻ്റൊക്കെ. അതുകൊണ്ട് അതിങ്ങനെ ലൈവായിട്ട് പറയാൻ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ടൊരു ബുദ്ധിമുട്ട്. എനിവേ, ഇപ്പം എന്തായാലും ഇത് നമ്മുടെ ഹെൽപ്പിംഗ് സ്ലീപ്പ് തെറാപ്പിയിൽപ്പെട്ട വീഡിയോസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സംസാരമാണ് അതിനകത്ത് വേണ്ടത്. കാരണം കേട്ട പാടെ ഉറക്കം വരണം. തണുപ്പൊക്കെ കുറച്ച് മാറി. ഇവിടെ കുറച്ച് സ്റ്റീപ്പ് ഇറക്കമുള്ള ബോർഡൊക്കെ കണ്ടു. തണുപ്പൊക്കെ കുറച്ച് മാറി എന്നാണ്. നല്ലോണം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെജിറ്റേഷൻ്റെ ഒക്കെ ഇതൊക്കെ മാറി. പ്ലാന്റേഷൻ തേയിലയൊക്കെ കുറയാൻ തുടങ്ങി. താഴത്തോട്ട് പോകുന്നവരും ക്വാളിറ്റി കുറഞ്ഞ തേയിലയായിരിക്കും തോന്നുന്നു. അപ്പോൾ ആ ബെൽറ്റ് പൊട്ടിയിട്ട് ചെയിൻ്റെ ഇടയ്ക്ക് കയറി. ഭാഗ്യത്തിന് പറയാൻ പറ്റില്ല, പറ്റാവുന്നത് പറ്റി. ആ ചെയിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് കിടന്നിങ്ങനെ കുരുങ്ങിയിട്ട് ഞാൻ അപ്പം തന്നെ ബൈക്ക് നിർത്തി. പക്ഷെ കുറച്ച് ഡാമേജ് വാസ് ഓൾറെഡി ഡൺ. അതിൻ്റെ ഒരറ്റം ചെയിൻ്റെ ഇടയിൽ പോയിട്ട് ചെയിനിൻ്റെ ആ കണ്ണിയുടെ ഇടയിലോട്ട് അതിൻ്റെ ഹുക്ക് പോയി. എന്നിട്ടത് വലിഞ്ഞ് ആ ഭാഗം അങ്ങ് പൊട്ടി. ഈ സാധനം പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. ഈ ചെയിൻ നമ്മൾ ഹൈ ടെൻഷൻ ചെയിനല്ലേ, നമ്മൾ മാക്സിമം ഈ സാധനം വലിയണമല്ലോ. അങ്ങനെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഉണ്ടാക്കിയാണ്. അപ്പോൾ ചെയിൻ്റെ ഇടയിൽ കൊണ്ട് പിന്നെ മോട്ടറിൻ്റെ പരിപാടിയൊക്കെ കൊണ്ടാണ് അവർക്കും എന്ത് പറ്റിയോ വണ്ടി ചൂടായതാണെന്ന് തോന്നുന്നു. ഐ നോ ഹൗ ഇറ്റ് ഫീൽസ്. ഇങ്ങനെ ചൂടാകുമ്പോഴത്തേക്കും ഞാൻ എൻജിൻ ബ്രേക്കിംഗ് ചെയ്താണ് ഇറക്കുന്നത്. ചെറുതായിട്ട് ഫ്രണ്ട് ബ്രേക്കും പിടിക്കുന്നുണ്ട്. അപ്പം അത് പൊട്ടി അതിൻ്റെ ഇടയിൽ പോയി അതിൻ്റെ കൊളുത്ത് ഈ ചെയിൻ്റെ കണ്ണിൽ പോയി അതങ്ങോട്ട് വലിച്ച് പൊട്ടിച്ച് ബാക്കിയുള്ള ചെയിൻ ആ ബാക്ക് വീലിൻ്റെ അവിടെ ഇങ്ങനെ വളഞ്ഞ് ചുറ്റി മൊത്തം ആകെ പ്രശ്നം. അപ്പോൾ ബൈക്ക് മുന്നോട്ട് പോകാൻ കുറച്ച് പ്രശ്നം ബൈക്കിന്. അങ്ങനെ ഞാനവിടെ നിർത്തി നോക്കുമ്പോഴത്തേക്കും നല്ല വൃത്തിയായിട്ട് ചെയിൻ്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു കഷ്ണം അവിടെ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുന്നു. അങ്ങനെ കൈയിട്ട് ഓരോന്നും അതിൻ്റെ കഷ്ണങ്ങൾ ഈ വലിച്ചെടുത്ത് പല പാർട്സായിട്ട് വലിച്ചെടുത്ത് അങ്ങനെ ഒരെണ്ണം മാത്രം ആ കമ്പി ചെയിൻ്റെ കണ്ണി കുടുങ്ങിയിട്ട് അതിങ്ങനെ കണ്ണിക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റി ആ കമ്പി കഷ്ണം. അപ്പോൾ അത് കൈകൊണ്ട് വലിച്ചാലൊന്നും വരത്തില്ല. എന്നിട്ട് ഞാനവിടെ ബൈക്ക് വെച്ചിട്ട് കുറച്ചങ്ങോട്ട് മാറി ഒരു പച്ചക്കറി കടക്കാരനുണ്ട്, ഫ്രൂട്ട്സൊക്കെ. പുള്ളി ഭയങ്കര തിരക്കിലാണ്. അപ്പോഴത്തേക്ക് ഞാൻ പുള്ളിയോടൊക്കെ പോയി ചോദിച്ചു, ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് താഴത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വർക്ക്ഷോപ്പുണ്ട്, അവിടെ പോയാൽ അത് ശരിയാക്കി അവിടെ പോയാൽ അവർ ഹെൽപ്പിന് വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കമ്പി ഒന്ന് പൊട്ടിച്ച് കളഞ്ഞാൽ മതി. ഈ പുള്ളിയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും, അതിങ്ങനെ പൊട്ടിച്ചങ്ങ് കളഞ്ഞാൽ മതി.
പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങൾ നമുക്ക് കുത്തി കുത്തി ഇങ്ങനെ എടുക്കാം. ആ കമ്പി മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയെല്ലാം വലിച്ചു. ആ കമ്പി ഇങ്ങനെ കൊളുത്തിയിട്ട് ഇങ്ങനെ താഴത്തോട്ട് വലിഞ്ഞിരിക്കുക, അപ്പോൾ ചെയിൻ ഒരിക്കലും കറങ്ങി വരത്തില്ല. അപ്പോൾ ഞാൻ നമ്മുടെ പുള്ളിയുടെ എന്തേ സംഭവം ഇവിടെയും ബഹളം, ഇവിടെയും പാട്ട്. താഴത്തോട്ട് ഇറങ്ങില്ലേ, വെയിലൊക്കെ ആയില്ലേ, ഇനി എന്ത് വൈബ്. കയറല്ലേ ഡോട്ടഡ് ലൈൻ. അപ്പം ഞാൻ പുള്ളിയെ കൊണ്ടൊന്ന് കാണിച്ചത് കണ്ടത്, ഈ കമ്പിയാണ് ഇങ്ങനെ തള്ളിയിരിക്കുന്നത്, ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും പുള്ളി എത്ര ഉള്ളൂ എന്നാൽ ഞാനിപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ അകത്തു നിന്ന് ഒരു കത്തി എടുത്തുകൊണ്ട് വന്നു. സമയം കുറച്ച് പോയി കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്, കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. എൻ്റെ ഡെസ്റ്റിനേഷനെത്താൻ ഞാൻ വീണ്ടും വൈകി. അപ്പം എന്നിട്ട് പുള്ളി കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് പുള്ളി പറഞ്ഞ് ഇതിപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ആ കത്തി ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ചൊരു കത്തിയാണ്. ആ കത്തി എടുത്തിട്ട് അതുമേലെ ഇങ്ങനെ കടിച്ചങ്ങ് പിടിച്ച് അതിങ്ങനെ വലിച്ചപ്പോഴത്തേക്കും ഭാഗ്യത്തിന് ഇത് പുറത്തോട്ട് വെച്ചാൽ പൊട്ടുന്നില്ല. ഞാൻ വിചാരിച്ച് പൊട്ടിച്ചെടുക്കുന്ന വിചാരിച്ച്. ഭാഗ്യത്തിന് കുറച്ചും കൂടെ നല്ലത് സംഭവിച്ചു, കാരണം ഈ കമ്പി ഇങ്ങനെ നേരെയാവാൻ തുടങ്ങി. അപ്പോൾ അത് അകത്ത് ചുറ്റിയിരിക്കുന്ന ആ കണ്ണിൽ ചുറ്റിയിരിക്കുന്ന കമ്പി കഷ്ണവും ഇങ്ങനെ പുറത്തോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ വലിച്ച് അവസാനം അതങ്ങ് പൊട്ടി അങ്ങ് വന്നു പുറത്തോട്ട്. അപ്പോൾ വല്ലാത്തൊരു ജംഗ്ഷനായിരുന്നു കേട്ടോ. അപ്പോൾ പൊട്ടി അങ്ങ് വന്നിട്ട് അതിങ്ങനെ പുറത്തോട്ട് വന്നു. അങ്ങനെ സംഭവം വിജയിച്ചപ്പം ഒരു വലിയ കമ്പി കഷ്ണം, പിന്നെ വേറെ കുറേ കുഞ്ഞു കഷ്ണങ്ങൾ. അപ്പോൾ ഞാനവിടെ എൻ്റെ ഹെൽമെറ്റും വണ്ടിയുടെ താക്കോലും പിന്നെ ഫോണും ഒക്കെ നിലത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് പുള്ളി മറ്റേ കമ്പിനെ നേരെ പിടിച്ച് പുള്ളി അത് പിടിച്ച് ആ കത്തി പിടിച്ച് ഞെക്കുന്നത്, ഒരു തുരുമ്പ് പിടിച്ച കത്രിക പോലത്തെ സാധനമാണ് അത് പിടിച്ച് ഞെക്കുന്നത്, ഞാനാണ് വലിക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ ശ്രമഫലത്താൽ അതിങ്ങ് പോന്നു. അപ്പോഴത്തേക്കും പുള്ളിക്ക് പെട്ടെന്നൊരു നന്മ മരത്തിൻ്റെ ഓറ എൻ്റെ രക്ഷിച്ചു. ഞാൻ വിചാരിച്ച് പെട്ടു എന്ന് വിചാരിച്ചു, കാരണം ഇനി വർക്ക്ഷോപ്പ് ഇന്ന് ഞായറാഴ്ചയാണ്, വർക്ക്ഷോപ്പൊക്കെ അടച്ചിരിക്കുക. അപ്പോഴത്തേക്കും ഇനി വർക്ക്ഷോപ്പ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ റേഞ്ചും ഇല്ല. ഈ സാധനം ബൈക്ക് വാങ്ങിച്ച് റെൻറ്റിൻ്റെ ആൾക്കാരെ വിളിക്കാനുള്ള പൈസയില്ല നല്ല റേഞ്ചില്ല ഫോണിൽ. അങ്ങനെ ഞാൻ അപ്പോൾ പുള്ളി എന്നെ ദൈവദൂതനെ പോലെ വന്ന് പുള്ളി രക്ഷിച്ചു എന്നെ. അപ്പോൾ വീണ്ടും ട്രിപ്പ് ഈസ് ബാക്ക് ഓൺ. നമ്മുടെ ഇതിനകത്ത് പറയത്തില്ല, എന്തിനകത്താണ് സ്പീഡാണ് ഒരു സിനിമ ഉണ്ടല്ലോ, അതിനകത്ത് മറ്റേ പുള്ളി മിഷൻ ഈസ് ബാക്ക് ഓൺ എന്ന് പറയുന്നത്, ട്രിപ്പ് ഈസ് ബാക്ക് ഓൺ ഫീൽ കിട്ടി. എന്നിട്ട് അയാളുടെ ചുറ്റിന് ഒരു ഓറ മോഡ്, അയാളൊരു ദേവദൂതനെ പോലെ എന്നെ നോക്കി ചിരിച്ചു. ഞാൻ ഉള്ളിൽ നോക്കി ചിരിച്ചു. ഞാൻ പറഞ്ഞു താങ്ക് യു. പുള്ളി തമിഴ് അറിയാം, പുള്ളി സിംഹളാണെങ്കിലും പുള്ളിക്ക് തമിഴ് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ரொம்ப നன்றി. ഞാൻ എൻ്റെ മുറി തമിഴിൽ ഞാൻ പുള്ളിയോടൊക്കെ പറഞ്ഞു ரொம்ப നன்றി, നിങ്ങൾ ഇല്ലേനാൽ ഞാൻ പെട്ടുപോവേ, നമ്പരം നன்றി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറവല്ല പുള്ളി വലിയ പാവം കേട്ടോ. എന്നിട്ട് പുള്ളി ആ കഷ്ണങ്ങളൊക്കെ അപ്പോൾ തൊട്ടടുത്തൊരു കാണുന്നുണ്ട്, ആ വെള്ളം ഇങ്ങനെ കുത്തി വലിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ആ കഷ്ണങ്ങളൊക്കെ അവിടെ കിടന്ന കഷ്ണങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കൂടെ ബൈക്കിൻ്റെ താക്കോലും എടുത്തങ്ങ് എറിഞ്ഞ്. ഐ വാസ് ലൈക്ക് എന്താ ഇപ്പോൾ സംഭവിച്ചത്? പുള്ളി ഞാനിപ്പോൾ എന്താ ചെയ്ത്? ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കാണുകയാണെങ്കിൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ മഴ പെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ രാവിലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളമാണ് കുത്തി വയ്ക്കുന്നത്. അതൊരു കാണാനില്ല, ഒരു കിണറെന്ന് വേണേൽ പറയാം. അത്രയ്ക്ക് ഇരുട്ട്, അതിൻ്റെ അടിയിലോട്ട് കാണത്തില്ല. പുള്ളി സാധനങ്ങൾ എടുക്കുന്നുണ്ട്, ബൈക്കിൻ്റെ താക്കോൽ അങ്ങ് വലിച്ചങ്ങ് എറിഞ്ഞ്. ഞാൻ ട്രിപ്പ് പെട്ടെന്ന് വേറൊരു മോഡായി. ബൈക്കിന് താക്കോലില്ല. ഇന്ന് എനിക്ക് ഫോണ് റേഞ്ചില്ല, ഇവിടെ വർക്ക്ഷോപ്പ് കാരണം കിട്ടാൻ പണി. ഇന്ന് ഞായറാഴ്ചയാണ്, വർക്ക്ഷോപ്പില്ല. പിന്നെ ഇറക്കമല്ലേ, ഉന്തിത്തള്ളാൻ പറ്റുമോ? ഒരിറക്കാണെങ്കിൽ മറ്റേത് കയറ്റമല്ലേ. ബൈക്ക് എങ്ങനെ സാധനമുണ്ട്, ബാഗുണ്ട്. ഞാൻ പാനിക് മോഡ് നേരത്തെ എനിക്ക് സംഭവിക്കാമെന്ന് പറഞ്ഞാൽ പാനിക് മോഡില്ല, അതിൻ്റെ ഒരു പീക്ക്
അൾട്ടിമേറ്റ് പടപട ചിന്തകളായി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ചിന്തകളായി പാനിക്കായി ആക്കോടെ. എൻ്റെ മുഖത്തൊന്നും അത് പ്രകടമല്ല കേട്ടോ ആ സമയത്തൊന്നും. പുള്ളി നോക്കിയാൽ ഞാൻ കൂളായിട്ട് നിൽക്കും. പക്ഷെ എൻ്റെ മനസ്സ്, മൈ ഹാർട്ട് വാസ് റേസിങ്. എൻ്റെ മനസ്സിങ്ങനെ പടപടാ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ വിട്ട് ഇങ്ങനെ പടപടാ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി എന്നെ നോക്കി സഹതാപത്തോടെ പുള്ളി അത്ര നേരം ഹീറോ ആയിട്ടിരുന്നതാ. പെട്ടെന്ന് എനിക്ക് ചിരിക്കണോ കരയണോ അത് ഒരു പിടിയില്ല. ആ കമ്പി എങ്ങനെയെങ്കിലുമൊക്കെ മുറിച്ചെങ്കിലും പോകായിരുന്നു. ഇതിപ്പോൾ പോകാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ ഹോട്ട് എയർ ചെയ്യാനൊന്നും അറിയത്തുമില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചെങ്കിലും സപ്ലി എങ്ങനെയൊക്കെ എഴുതി പാസ്സായെന്നല്ലാതെ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്ലി ഇലക്ട്രിക്കലിനും ഇലക്ട്രോണിക്സിനും. ഇപ്പോഴും ഇലക്ട്രിസിറ്റിയുടെ പരിപാടി മൊത്തത്തോടെ എനിക്കറിയത്തില്ല. അതുകൊണ്ട് അതിനൊന്നും ഞാൻ ഒരിക്കലും മുതിരത്തില്ല. അല്ല യൂട്യൂബ് വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ഹൗ ടു എന്ന് പറഞ്ഞ് നോക്കിയെങ്കിലും ചെയ്യണം. അതിന് റേഞ്ചും ഇല്ല. ഫോണിനും ബാറ്ററി പെട്ടെന്ന് റേഞ്ച്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടിരിക്കും. അപ്പോൾ ഞാനിനി ഹൗ ടു വീഡിയോ നോക്കണം. ഹൗ ടു വീഡിയോ നോക്കുമ്പോഴത്തേക്കും എവിടെയെങ്കിലും റേഞ്ചുള്ള സ്ഥലത്ത് തള്ളിക്കൊണ്ട് ഹൗ ടു വീഡിയോ നോക്കുമ്പോഴത്തേക്കും ഫോണിന് ബാറ്ററി ഇല്ല. അപ്പോൾ ഫോൺ ഓഫായി. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ചങ്ങോട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പം ഹൗ ടു വീഡിയോ നോക്കി നടന്നില്ലെങ്കിൽ കുറേ കൂടെ പ്രശ്നമായി. ഞാനങ്ങനെ വർക്ക്ഷോപ്പ് വരെ വിളിക്കും. അപ്പോൾ ഞാൻ രാത്രി മൊത്തം ഇവിടെ നിൽക്കണം. ഞാനാണെങ്കിൽ സ്വെറ്ററൊന്നും എടുത്തിട്ടില്ല, ജാക്കറ്റൊന്നും എടുത്തില്ല. അപ്പോൾ തണുപ്പത്ത് കുറച്ച് ഞാനും ബൈക്കിന് കാവലായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നമുക്ക് പറഞ്ഞ് ഇങ്ങനെ കടകടാന്ന് വെറുതെ ചിന്തിച്ചോണ്ടിരിക്കുക. ഞാൻ അവസാനം വെള്ളം കുടിക്കുക എന്ത് ചെയ്യുന്നൊക്കെ ഞാൻ ഫുള്ള്. എനിക്കാണെങ്കിൽ നാളെ ഞാൻ ടിക്കറ്റ് കുറച്ചും കൂടെ നേരത്തെ ആക്കി ഫ്ലൈറ്റ്. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവും, ധനനഷ്ടം, എല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാനൊരു 5-6 മിനിറ്റ് ബ്ലിങ്കസ്യ എന്ന് പറഞ്ഞിങ്ങനെ പോയി. താക്കോൽ എടുക്കാനൊക്കെ ഒരു ശ്രമമൊക്കെ നടത്തി. അവിടെ അതിനകത്ത് മുനിസിപ്പാലിറ്റിക്കാർ പോലും ഇറങ്ങില്ല എന്ന് തോന്നുന്നു. അമ്മാതിരി ഒരു സാധനം, ഗോസ്റ്റ് കാണായവർ എന്ന് വേണേൽ പറയാം. അപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് വ്ളോഗേഴ്സൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ അവർ ഇത് ചെയ്തിട്ടേനെ. അതൊക്കെ അപ്പം തന്നെ വീഡിയോ മറ്റേൻ്റെ വീഡിയോ മറിച്ച വീഡിയോ ഒക്കെ എടുത്തങ്ങ് ഇട്ടേനെ. ഞാനിവിടെ പടപടാന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും പുള്ളി 1-2 പേരൊക്കെ ഇങ്ങനെ വിളിച്ച് പുള്ളിക്ക് ആക്കോടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ. അപ്പോഴത്തേക്കും ഭാഗ്യത്തിന്, എൻ്റെ ഭാഗ്യം എന്ന് ഞാൻ പറയത്തുള്ളൂ. തുടക്കം വെച്ചത് എൻ്റെ കഴിവുകേടാണ്. ഇതിന് എല്ലാത്തിനും ഒരു ചെയിൻ റിയാക്ഷൻ, ബട്ടർഫ്ലൈ റിയാക്ഷൻ. ഞാൻ മര്യാദയ്ക്ക് മറ്റേ ആ സാധനം കെട്ടാഞ്ഞിട്ടാണ് പൊട്ടിപ്പോയത്. അത് അഴിഞ്ഞിങ്ങനെ വന്നത്. ഞാൻ കെട്ടിയ സാധനമല്ല അഴിഞ്ഞത്. ഞാൻ എക്സ്ട്രാ വന്ന വയർ അതിൻ്റെ ഇടയിലോട്ട് ഞാനിങ്ങനെ പൂഴ്ത്തി വെച്ച്, അതാണ് ഊർന്നിങ്ങ് പോകുന്നത്. അല്ലാണ്ട് ആ പൂഴ്ത്തി വെച്ചത് മര്യാദയ്ക്ക് പൂഴ്ത്തി വെച്ചില്ല. അതാണ് പ്രശ്നം. കെട്ടിയത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങി. അൾട്ടിമേറ്റ്ലി ഫോൾട്ട് എൻ്റെ തന്നെയാണ്. ഐ ടോട്ടലി എഗ്രി. അപ്പം അവന് പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ഞാൻ അപ്പോൾ പുള്ളി കുറച്ച് നേരം വിളിച്ചിട്ട് പറഞ്ഞ് പുള്ളിയോട് താഴത്തൊരു വർക്ക്ഷോപ്പുകാരനുണ്ട്, അയാളുടെ വീട് തന്നെയാണത്. അപ്പോൾ അയാളുടെ വീടും വർക്ക്ഷോപ്പോട് ഒരുമിച്ച് നോക്കാം. അപ്പോൾ ഞായറാഴ്ച ആണെങ്കിലും പുള്ളി അവിടെ ഉണ്ടാവണം. എന്നിട്ട് പുള്ളി പറഞ്ഞപ്പോൾ അതൊരു ഇറക്കവും പിന്നെ ഒരു പരന്ന സ്ഥലവും പിന്നെ ഒരു വളവും. അപ്പോൾ കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ ബൈക്ക് ഉരുട്ടി തന്നെ ആ ഇറക്കത്തിൻ്റെ മൊമെൻറ്റം വെച്ച് തന്നെ നമുക്ക് അവിടെ എത്താം. അവിടെ എത്തില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വരെ എത്താം. പിന്നെ കുറച്ചും കൂടെ തള്ളിയാൽ മതി. അപ്പോഴത്തേക്കും ഞാൻ അവസാനം എന്തും വരട്ടെന്ന് പറഞ്ഞ് മനസ്സോടെ, എനിക്കറിയാം താക്കോൽ എൻ്റെ ഒരു 3 മീറ്റർ അകലെ താക്കോലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് 3 മീറ്റർ അകലെയാണെങ്കിലും എടുക്കാൻ പറ്റാത്തൊരു ഹോപ്പ്ലെസ് അവസ്ഥ. അപ്പോൾ ഞാൻ അതിങ്ങനെ പൊന്തിക്കിടക്കേണ്ട ടൈപ്പ് താക്കോല. അതിൻ്റെ കീ ചെയിൻ പൊന്തിക്കിടക്കുന്ന ടൈപ്പ്. അപ്പോൾ താഴ്ത്ത് വീണാലും ഒന്നിങ്ങനെ പൊന്തി ഇങ്ങനെ കിടക്കും. പക്ഷെ അങ്ങോട്ട് താഴ്ത്ത് ഈ സാധനത്തിൻ്റെ അടുത്ത് ഇറങ്ങണ്ടേ, ഇറങ്ങാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ മനസ്സോടെ എല്ലാം പാക്ക് കെട്ടി ബൈക്കിൻ്റെ അകത്ത് വെച്ച് ബൈക്ക് ന്യൂട്രലിട്ട് ഉരുട്ടി ഇറക്കി. നല്ല മൊമെൻ്റ് ഉണ്ടായിരുന്നു. മൊമെൻ്റ് അവസാനം കുമാർ ഗരാജ് എന്നാണ് പുള്ളിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ബൈക്കുകൾ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. ഒരു ഭയങ്കര പഴയ ബൈക്കുകളൊക്കെ ഇങ്ങനെ പൊളിച്ച് അവിടെ വെച്ചിട്ടുണ്ട് പുള്ളി. അപ്പോൾ പുള്ളി ബൈക്ക് മേലിൽ പണിയുന്ന ആളാണെന്ന് മനസ്സിലായി.
പുള്ളി മറ്റൊരു പഴയ താപ്പാന പോലത്തെ ടീമാണെന്ന് തോന്നുന്നു. പഴയ ഈ സ്റ്റണ്ട് ബൈക്കുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം പല പാർട്സുകൾ ഊരിയെടുത്ത് മാറ്റി വെച്ച അവസ്ഥയിലാണ് വെച്ചേക്കുന്നത്. അങ്ങനെ ഈ വൈറ്റ് ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ലല്ലേ. ഫ്ലിക്ക് ഇറ്റ് ടു ദ ലെഫ്റ്റ്. അപ്പോൾ പുള്ളിയുടെ കൊണ്ട് അപ്പോൾ പുള്ളി ഭാഗ്യത്തിന് പുള്ളി വാദിക്കാൻ നിൽപ്പുണ്ടായിരുന്നു. പുള്ളി അടുക്ക ചെന്ന് സംസാരിച്ച് പുള്ളിയാണ് മനസ്സിലായത് എന്താ പ്രശ്നം. ഞാൻ പറഞ്ഞ് ഇങ്ങനെയാണ്. അപ്പോൾ പുള്ളിക്ക് സിംഹളയാണ്. എനിക്ക് സിംഹള അറിയത്തില്ല, പുള്ളിക്ക് സിംഹള അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. പിന്നെ എങ്ങനെയൊക്കെയോ വെൽക്കം ടു യൂട്ടി, നൈസ് ടു മീറ്റ് യു മോഡിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് പുള്ളിക്ക് എന്തൊക്കെയോ മനസ്സിലായി. പുള്ളി ആദ്യം ഒരു സംശയം, ഞാൻ ഈ മോട്ടിച്ചുകൊണ്ട് വന്നാലും അല്ല ആണെന്നൊക്കെ ഡൗട്ട് അടിച്ചെന്ന് തോന്നുന്നു പുള്ളി. പിന്നെ എൻ്റെ ഹിസ്റ്ററി ഞാൻ എവിടെ നിന്ന് നിന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച്, പിന്നെ എൻ്റെ കിടുത്താപ്പും സംഗതികളൊക്കെ കണ്ടപ്പോൾ പുള്ളിക്ക് ചെറിയൊരു ജെനുവിനിറ്റി തോന്നി. ഞാനൊരു ചുമ്മാ ഒരു നിക്കറും ബനിയനാണ് ഇട്ടുകൊണ്ട് പോയെങ്കിൽ പുള്ളി ചിലപ്പോൾ ചെയ്യത്തില്ല. ഞാൻ ഫുള്ള് സെറ്റ് ബാഗും ഹെൽമെറ്റും ജാക്കറ്റും ഒക്കെ ആയിട്ട് വന്നതുകൊണ്ട് പുള്ളിക്ക് അവനൊരു ജെനുവിനാണെന്ന് മനസ്സിലായി. ഞാൻ റെൻറ്റിനെടുത്ത ബൈക്കാണ്. എന്നിട്ട് പുള്ളി അതുമായിട്ട് ഇങ്ങനെ പണിത് പുള്ളിയുടെ വർക്ക്ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു മണിക്കൂറോളം പുള്ളി ഹോട്ട് വെയർ ചെയ്യാൻ എടുത്ത്. അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അടുക്കൽ നിന്ന് അതിൻ്റെ സാധനം കിട്ടാൻ എൻ്റെ കണക്ഷൻ കിട്ടാൻ കുറേ പാട് വിട്ടു പുള്ളി. ഞാൻ എൻ്റെ ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി വേണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ പുള്ളി ആ സംഭവങ്ങൾ ചെയ്ത് അത് ഹോട്ട് വെയർ ചെയ്ത് തന്നതാ. ഇവിടെ നോക്കിയാൽ കാണാം ഇത് ഇങ്ങനെ മുട്ടിച്ച് വെച്ചേക്കുക. അപ്പോൾ വണ്ടി ഓഫ് ചെയ്യണമെങ്കിൽ ചുമ്മാ ന്യൂട്രലിട്ടിട്ട് ആക്സിലേറ്റർ പടയെന്ന് പറഞ്ഞാൽ തിരിച്ചാൽ മതി, വണ്ടി ഓഫായിക്കോളും. പെട്ടെന്ന് തിരിച്ചാൽ വണ്ടി ഓഫായിക്കോളും. ഫുൾ ടൈം ഓണായിരിക്കും വണ്ടി, ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് ഓഫ് ചെയ്യണമെങ്കിൽ എനിക്ക് വയർ ഊരണ്ട. അല്ലെങ്കിൽ വയറുമേൽ നമുക്ക് വലിയ പിടിയില്ല. അത്യാവശ്യ ഘട്ടം വല്ലതും വന്നാലൊക്കെ ഊരാം. അതുവരെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വഴിയോര കടകളിലൊക്കെ നിർത്തി പോവാം. വണ്ടിയുടെ അടുത്തും ദൂരം മാറാത്ത രീതിയിൽ നിർത്തി പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ പുള്ളി ഹോട്ട് വെയർ ചെയ്ത് തന്ന് സെക്കൻഡ് ദേവദൂതൻ. ഭാഗ്യത്തിന് ഇത്തവണ അങ്ങനെ ആൻറ്റി ക്ലൈമാക്സ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ പുള്ളിക്ക് ഒരു 500 രൂപ കൊടുത്ത് അവിടുന്ന് ബൈക്ക് എടുത്ത് ഇപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇങ്ങനെ രാവിലെ ഉണ്ടായിരുന്ന മൊത്തം വൈബും പോയി കിട്ടി. അപ്പോഴത്തേക്ക് അത്യാവശ്യം തണുപ്പുണ്ട്, എന്നാലും ഒരു രാവിലത്തെ ഒരു മിസ്റ്റി ഫീലൊക്കെ പോയി. ഇപ്പം അടിമാലി എത്തിയ പോലെയായി മൂന്നാറിന്. എന്നാലും തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ആൾക്കാർ ജാക്കറ്റിൽ നിന്നൊക്കെ മാറി ആൾക്കാർ ടീഷർട്ടൊക്കെ ഇടാൻ തുടങ്ങി. ജാക്കറ്റ് ലൈഫ് സ്റ്റൈലൊക്കെ മാറി ആൾക്കാരുടെ. അതാണ് ഇത്ര നേരം സംഭവിച്ചത്. പൊക്ക വൃത്തിക്കാരൊക്കെ പൊക്കോ. ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു ബഡാ ടീം എങ്ങാണ്ട് പോയി. ഫുള്ള് റേഞ്ച് റോവറും ലാൻഡ് ക്രൂസറും ഒക്കെ ആയിട്ട് ഒരു സംഘം. ഓക്കെ.